ഈ പറയുന്ന ഇ.എൻ. മോഹൻദാസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എന്താണ്? പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഒരു വാക്ക് ഈ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ കുറേ ദിവസം എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടോ. ഞാൻ പാർട്ടിയെ വിളിച്ചോ സാജിദ്? എന്താ നിങ്ങളൊന്നും വായ ഉറക്കാത്തത്? ഇതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ, ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ചോ? ഉണ്ടോ? പാർട്ടിയെ അല്ലല്ല ഞാൻ ഐ വിൽ ക്ലിയർ. ഈ കാര്യത്തിൽ ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്നൊരു വാക്യം പറഞ്ഞോ? ഞാൻ ലീഡേഴ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ലീഡേഴ്സിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല, പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല, നാട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല. ഇതിന് തടസ്സക്കാരൻ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. നമസ്കാരം. അവസാനം PV അൻവർ പൊതുപരിപാടിയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പായി പത്രക്കാരെ കണ്ടു. ആ കണ്ടത് യുദ്ധപ്രഖ്യാപനം തന്നെയാണ് പിണറായി വിജയനോട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, പാർട്ടിയോടല്ല യുദ്ധം, പാർട്ടി അണികളോടല്ല. പാർട്ടിയെ വെച്ച് മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്ന പിണറായി, P. ശശി, ADGP അജിത് കുമാർ തുടങ്ങിയ പാർട്ടിയിലെ കള്ളന്മാർക്കെതിരെയാണ്. RSSമായി കൂട്ടുകൂടി ഇവിടെ CPM-നെ നശിപ്പിച്ച പാർട്ടി നേതാക്കന്മാരുടെ കേസുകൾ അട്ടിമറിക്കാൻ RSSുമായിട്ടും BJPയുമായും കൂട്ടുകൂടിയ CPM നേതാക്കന്മാർക്കെതിരെയാണ്. അതേപോലെ പോലീസിനെ ദുരുപയോഗം ചെയ്ത് കള്ളക്കേസെടുത്ത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിനെതിരെയാണ്. എനിക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലടച്ചോട്ടെ, എന്നെ ജയിലടയ്ക്കുകയോ കൊല്ലുകയോ ചെയ്തോട്ടെ, അതുവരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും. എന്നെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. പാർട്ടി ഈ രക്തസാക്ഷി കുടുംബങ്ങളെ മറന്നുപോയി, സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളെ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ രംഗത്തിറങ്ങുകയാണ്, രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയാണ്. പിണറായി വിജയൻ എനിക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന എനിക്കറിയാം. പലതരത്തിലുള്ള കള്ളക്കേസെടുക്കാം. കേസെടുക്കണം, എന്നെ ജയിലടയ്ക്കട്ടെ, അതാണ് വേണ്ടത് എന്നാണ് ഇന്ന് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലെ ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തത്. ബാക്കി ഭാഗം കേൾക്കുക. ഈ പറയുന്ന ഇ.എൻ. മോഹൻദാസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന എന്താണ്? പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഒരു വാക്ക് ഈ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ കുറേ ദിവസം എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടോ. ഞാൻ പാർട്ടിയെ വിളിച്ചോ സാജിദ്? എന്താ നിങ്ങളൊന്നും വായ ഉറക്കാത്തത്? ഇതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ കൂടെ ഉണ്ടല്ലോ, ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ചോ? ഉണ്ടോ? പാർട്ടിയെ അല്ലല്ല ഞാൻ ഐ വിൽ ക്ലിയർ. ഈ കാര്യത്തിൽ ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്നൊരു വാക്യം പറഞ്ഞോ? ഞാൻ ലീഡേഴ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ലീഡേഴ്സിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല, പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല, നാട്ടിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ല. ഇതിന് തടസ്സക്കാരൻ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അങ്ങനെ വിലയിരുത്തൽ? അല്ലല്ല ഞാൻ ഈ മോഹൻദാസ് പറഞ്ഞേക്ക് പോവാം, നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ പാർട്ടി എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ട് ഒരു ഘട്ടത്തിൽ എന്താ വിശദീകരിച്ച്, ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളും, എല്ലാ വിഭാഗം തൊഴിലാളികളും, ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ അങ്ങാടിയിൽ ഈ തെരുവ് കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വൈകുന്നേരം വരെ 1000 രൂപക്ക് ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് 5000 രൂപ ഫൈനിട്ട് ഒരാഴ്ച പോലീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫൈൻ അടക്കാൻ വേണ്ടി പോകേണ്ട ഗതികേടിലാണ് 10,000 ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരുടെ വിഷയമാണ് പറഞ്ഞത്. കേരളത്തിലെ പുഴയാകെ മണൽ വന്ന് നിറയാം. നിലമ്പൂരിൽ 4-5 പുഴയുണ്ട്, മണലെടുക്കുന്നില്ല. ആ മണലെടുക്കാത്തത് കൊണ്ട് എന്താ സ്ഥിതി? മഴ പെയ്താൽ വെള്ളം കയറുകയാണ്. എന്തുകൊണ്ടാണ് മണലെടുക്കാത്തത്? ഈ സർക്കാർ എത്ര പ്രാവശ്യം ഉത്തരവിട്ടു ഈ മണലെടുക്കാൻ? എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഇവിടുത്തെ വലിയ ക്രഷറുകാരുടെ അവരെ സഹായിക്കാൻ എംസാൻഡ് വിറ്റ് പോകണം. നെക്സസുകൾ പല രീതിയിലാണ്. നെക്സസുകൾ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഈ 10-11 യോഗം കഴിയുമ്പോഴേക്കും ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ നെക്സസുകളും, ഈ പറയുന്ന ആരോഗ്യരംഗത്ത് നടക്കുന്ന ഓരോ രംഗത്തും, വ്യവസായ രംഗത്ത് നടക്കുന്ന നെക്സസ്, ഇത് നെക്സസുകളുടെ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ ആ പാവപ്പെട്ട ഇവിടുത്തെ മണൽ തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത്. മണൽ പിടിക്കാത്ത വണ്ടി ബലം പ്രയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മുമ്പ് പിടിച്ചിട്ട വണ്ടിയിൽ നിന്ന് മണൽ ആ ലോറിയിലേക്ക് ഇട്ടിട്ട് കേസെടുക്കുകയാണ് ഇവിടെ സ്ഥിരമായിട്ട്. നിങ്ങൾ ആ തൊഴിലാളികളൊക്കെ നിങ്ങൾ പോയി കണ്ട് സംസാരിക്കും. ഇതിനെതിരെയാണ് ഞാൻ ശബ്ദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപം കൊണ്ടത് എല്ലാ വർഗീയതക്കും എതിരാണ്. പാർട്ടിയുടെ അടിസ്ഥാന തത്വമാണ്. അതിൽ ആർക്കും ഒരു തർക്കമില്ല. ഒരു മിനിറ്റ്, ആർക്കും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ കേരളത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ മിനിയാന്നത്തെ പത്രസമ്മേളനത്തിൽ 218 സഖാക്കൾ ഇവിടെ ഈ വർഗീയതക്കെതിരെ പോരാടി മരിച്ചിട്ടുണ്ടെന്നാണ്. ആ വർഗീയതക്കെതിരെ പോരാടി മരിച്ച ആ സഖാക്കളുടെ മുന്നിൽ
RSS തന്നെ എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയല്ല, അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്ന നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാറുകയാണ്. അവർ എപ്പോഴും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നാണ് ഈ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേദനയുണ്ട്. അവരെ കുടുംബം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ജീവൻ അർപ്പിച്ചതാണ്. അവർക്കൊന്നും ഒരു വിലയില്ല. ഇവിടുത്തെ കോർപ്പറേറ്റുകൾ, ഇവിടുത്തെ കുറച്ച് സമ്പന്നർ, അതിന് പറ്റിയിട്ടുള്ളൊരു നേതൃത്വം, ഇവർ തമ്മിലൊരു കോക്കസ്, ഈ പറയുന്ന ഈ ഒരു പാർട്ടിയിലും ഒരാൾക്കും നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ അതിനൊക്കെ ഞാൻ വിശദീകരിക്കും, യോഗത്തിൽ വിശദീകരിക്കാം. എല്ലാ മണ്ഡലങ്ങളും, ചില മണ്ഡലങ്ങൾ അവിടെ ഭൂമിശാസ്ത്രപരമായി 2 മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്ന ചില പോയിന്റുകളുണ്ട്. ഒരു 10 യോഗം എന്തായാലും ഉണ്ട്. 11 യോഗം ഇന്ന് തൊട്ട് നടത്തും. നാളെ ഞാൻ കോഴിക്കോട് വൈകുന്നേരം 6:30 മണിക്ക് മാമി തിരോധനവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി വിളിച്ച ഒരു യോഗം അവിടെ മൈതാനിയിൽ നടക്കുന്നുണ്ട്, മുതലക്കുളം മൈതാനിയിൽ. അവിടെ നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാൻ പറ്റില്ല, നോക്കാം നമുക്ക്. ജീവനുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുമെന്ന് അറിയില്ലല്ലോ. ഇല്ല ആരും സംസാരിക്കുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാൽ അവർക്ക് നമ്മൾ സാധ്യത കൊടുക്കും. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. MLA പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പാർട്ടി MLAയുടെ ഓരോ പരസ്യ പ്രസ്താവനകളും പാർട്ടി ഒരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. ആണോ? കണ്ടോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും. ഒരു കേസുകൾ ഇങ്ങനെ വരുന്നു പറയുന്നു. അപ്പോൾ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കുന്നു.